Next topic, it is a microencapsulation. So microencapsulation നമുക്കറിയാം മൈക്രോ ക്യാപ്സ്യൂൾസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് മൈക്രോ എൻകാപ്സുലേഷൻ പറയുക അല്ലേ. അപ്പോൾ അതിലൊരു കോറും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്കൊരു കോട്ടിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. മൈക്രോ എൻകാപ്സുലേഷൻ എന്ന് യൂഷ്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളത് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ എൻകാപ്സുലേഷന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ ഒരു കാറ്റഗറി തിരിച്ച് തന്നെ ചോദിക്കാറുണ്ട്. ഈതേൽ സെല്ലുലോസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. സോ അപ്പോൾ അതുകൊണ്ട് ആ ചാർട്ട് നല്ലതുപോലെ തന്നെ കൃത്യമായിട്ട് ഏതിൽ വരുന്നു എന്നുള്ളത് പഠിക്കാം. പിന്നെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ എയുടേത് ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫോമിലാണ് എടുക്കുന്നത്, ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ വൈറ്റമിൻ എ പാമിറ്റേറ്റ്, അതേപോലെ തന്നെ നമുക്ക് ക്ലോറാംഫെനിക്കോളിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഏത് ഫോമിലാണ് വരുന്നത്, ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് മൈക്രോ എൻകാപ്സുലേഷൻ റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ബൂസ്റ്റർ ടെക്നിക്സ് ആണ്. അപ്പം താഴെ നിന്ന് നമുക്ക് എയർ സപ്ലൈ കൊടുത്തുകൊണ്ട് നമ്മൾ ഡ്രൈയിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് ഏത് ബൂസ്റ്റർ ടെക്നിക്സ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അവിടെ അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ആ ഒരു ബൂസ്റ്റർ ടെക്നിക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൂയിഡൈസ്ഡ് കോട്ടിങ്ങിൻ്റെ കേസ് വന്നപ്പോൾ അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്നത് ക്വാസർവേഷൻ മെത്തേഡാണ്. ക്വാസർവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ നമ്മൾ കോട്ടിംഗ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഫ്ലൂയിഡൈസ്ഡ് ബെഡ് കോട്ടിങ്ങിലായിരുന്നാലും പാൻ കോട്ടിങ്ങിലായിരുന്നാലും വോളട്ടൈൽ ആയിട്ടുള്ള കോട്ടിംഗ് മെറ്റീരിയൽ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ എയർ കൊടുത്ത് അതിനെ വോളട്ടൈൽ സോൾവെൻ്റ് ആയതുകൊണ്ട് ഡ്രൈ ചെയ്തു പോകും. പക്ഷേ ക്വാസർവേഷൻ്റെ കേസ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ കോട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ എങ്ങനെയൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇപ്പോൾ പോളിമറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോട്ടിംഗ് മെറ്റീരിയൽസ് മോണോമറിക് ആയിട്ടുള്ള കോട്ടിംഗ് മെറ്റീരിയൽസ് പോളിമറൈസ് ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് MCQസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അവിടുത്തെ നമ്മുടെ ട്രിഗറിങ് ഫാക്ടറായിട്ട് വരുന്നത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. സോ അപ്പോൾ ആ ഒരു രീതിയിൽ അതിൻ്റെ MCQ ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പ്രേ ഡ്രൈയിങ്ങും സ്പ്രേ കഞ്ചീലിങ്ങും എന്നുള്ളതും കൂടിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നോക്കുക. അതിൽ ഇനി അഡീഷണൽസ് ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ചോദിച്ച് കാണുന്നത് ഈ പാർട്ടിക്കിൾ സൈസിന്റെ കേസ് വരുമ്പോഴത്തേക്കും, അതായത് നമ്മളിപ്പോൾ ചെറിയ പാർട്ടിക്കിൾസിനാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ഡ്രൈയിങ് കഞ്ചീലിങ്ങിന്റെ കേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം വലിയ പാർട്ടിക്കിൾസ് വലിയ പാർട്ടിക്കിൾ സൈസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലാണ് മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കിൾ സൈസും കൂടിയിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. അത്രയൊക്കെയാണ് നമുക്ക് മൈക്രോ എൻകാപ്സുലേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒഫ്താൽമിക് ആണ്. ഒഫ്താൽമിക്കിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഒഫ്താൽമിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മസ്റ്റ് ബി സ്റ്റെറൈൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഒഫ്താൽമിക് പ്രൊഡക്ട്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം നോക്കി വയ്ക്കുക. അതിൻ്റെ ലേബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതും നോക്കി വയ്ക്കാം. ഇനി നെക്സ്റ്റ് ഓർക്കാനുള്ളൊരു പോയിന്റ്, നമ്മൾ ഡ്രഗ് അബ്സോർപ്ഷൻ മെയിനായിട്ട് വരുന്നത് ഒഫ്താൽമിക് റൂട്ടിലും ഏതാണ് ഡ്രഗ് അബ്സോർപ്ഷൻ മെക്കാനിസം വരുന്നത്, പാസീവ് ഡിഫ്യൂഷൻ തന്നെയാണ് ഡ്രഗ് അബ്സോർപ്ഷൻ മെക്കാനിസം വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡ്രഗ് അബ്സോർഡ് കോർണിയ, ഡ്രഗ് അബ്സോർഡ് ത്രൂ കോർണിയ എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ അപ്പോൾ കോർണിയയിലൂടെ അബ്സോർബ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലിപ്പോഫിലിക് ആയിരിക്കും അല്ലേ. പാർട്ടീഷൻ കോഎഫിഷ്യന്റ് എത്രയാണ് വരുന്നത്, ബിറ്റ്വീൻ 10 and 100 ആണ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ് വരിക. പിന്നെ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മെക്കാനിസം പാസീവ് അബ്സോർപ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത്, പക്ഷേ അപ്പോൾ അത് പാസീവ് അബ്സോർപ്ഷൻ നമുക്കറിയാം ലിപ്പോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് പാസീവ്ലി അബ്സോർബ് ആവുന്നത്. അപ്പോൾ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് കോമൺലി അറിയാം സ്മോൾ ഹൈഡ്രോഫിലിക് ഡ്രഗ്സ് എന്ത് ചെയ്യും, നമ്മുടെ മെംബ്രെയിനിലുള്ള ഇൻ ബിറ്റ്വീൻ ഹോൾസിലൂടെയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കടന്നു പോകുന്നത് അല്ലേ. സോ ദാറ്റ് ഇസ് ഫോൺ ടു ബി വോട്ട് പാരാസെല്ലുലാർ ജംഗ്ഷൻസ് അല്ലേ. പാരാസെല്ലുലാർ ജംഗ്ഷൻസിലൂടെ ആയിരിക്കും അത് കടക്കുന്നത്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആയിരിക്കും. സോ സ്മോൾ ഹൈഡ്രോഫിലിക് ഡ്രഗ്സ് വിത്ത് മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500. സോ ദാറ്റ് വിൽ ബി എൻറ്ററിങ് വയ വോട്ട് പാരാസെല്ലുലാർ ടൈറ്റ് ജംഗ്ഷൻസ്. പിന്നെ അടുത്തത് റെറ്റീനൽ എപ്പിത്തീലിയമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മോളിക്കുലാർ
വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400 ആയിരിക്കണം ആൻഡ് മസ്റ്റ് ബി ലിപ്പിഡ് സോളബിൾ ഓൾസോ. ഓക്കെ, സോ ദ ഡ്രഗ് ട്രാവേഴ്സിംഗ് ദ പിഗ്മെന്റഡ് റെറ്റിനൽ എപ്പിത്തീലിയം ഇൻ ദ പോസ്റ്റീരിയർ ഐ മസ്റ്റ് ബി സ്മോൾ, that is molecular weight less than or equal to 400 and relatively lipid soluble. ഓക്കെ, അപ്പോൾ ആ പോയിന്റും കൂടിയിട്ടൊന്ന് ഓർക്കണം. പിന്നെ സ്റ്റേബിൾ അല്ലാത്ത പൗഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുക? അത് ആസ് യൂഷ്വൽ തന്നെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പൗഡർ ആയിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, അത് ഒഫ്താൽമിക്കിലും അതേപോലെ തന്നെയാണ് വരുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഡ്രഗ് അബ്സോർപ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഒഫ്താൽമിക്കിൽ വരുമ്പോഴും എന്നുള്ള കേസ് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്രോഡ്രഗ് ആയിട്ടും ഡ്രഗ്സ് എടുക്കാറുണ്ട് ഒഫ്താൽമിക്കിൽ വരുമ്പോഴത്തേക്കും. എപ്പിനെഫ്രിൻ്റെതാണ് ഡിപ്പെവിഫ്രിൻ, അതേപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫയുടേതാണ് ലെറ്റനോപ്രോസ്റ്റ് എന്നുള്ള കേസും കൂടിയിട്ട് ഓർക്കുക. ഇനി അത് 2 എക്സാമ്പിൾസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആൻറ്റീരിയർ സെഗ്മെന്റിലും പോസ്റ്റീരിയർ സെഗ്മെന്റിലും നമുക്ക് ഡ്രഗ് ആപ്ലിക്കേഷൻ വരുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ആ ഒരു ലിക്വിഡ് പോർഷൻ ഉണ്ടല്ലോ, ലിക്വിഡ് പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് കംഫോർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒഫ്താൽമിക് ലിക്വിഡ്സിൻ്റെത് ഐസോട്ടോണിക് ആയിരിക്കണം. 4.5 to 8 ആണ് pH പ്രിഫറബിളി വേണ്ടത്. പിന്നെ പാർട്ടിക്കിൾ സൈസ് ഒഫ്താൽമിക് സസ്പെൻഷൻസിൻ്റെത് ആൻറ്റീരിയർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഒഫ്താൽമിക് സസ്പെൻഷൻസ് മസ്റ്റ് ബി ലെസ് ദാൻ 10 മൈക്രോമീറ്റർ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ടിയറിംഗ് ആൻഡ് ഇറിറ്റേഷൻ ടു ദ ഐ. സോ അപ്പോൾ അത് സസ്പെൻഷൻ്റെ കേസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതേസമയം നമ്മൾ പോസ്റ്റീരിയർ സെഗ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറിഗേറ്റിംഗ് സൊല്യൂഷൻസും അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻ സൊല്യൂഷൻസും ആണ്. അപ്പോൾ അതും ഐസോട്ടോണിക് ആയിരിക്കണം വിത്ത് pH ഓഫ് 7.4 ആണ്. ഓക്കെ, സോ പോസ്റ്റീരിയർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ ആയിട്ടുള്ള ഇറിഗേറ്റിംഗ് ആൻഡ് ഇഞ്ചെക്ഷൻ സൊല്യൂഷൻസിന്റെ pH എത്രയായിരിക്കണം? 7.4 തന്നെ ആയിരിക്കണം. മറ്റതിൻ്റെതാണെന്നുണ്ടെങ്കിൽ 4.5 to 8 റേഞ്ച് pH വരെ പ്രിഫറബിൾ ആണ് ആൻറ്റീരിയർ സെഗ്മെന്റിലേക്കുള്ള ഒഫ്താൽമിക് ലിക്വിഡ്സിന്റെ pH. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസിറ്റു ജെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്തുണ്ടായിരിക്കും? ജെല്ലിങ് ഏജൻസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഫോംസ് വാട്ടർ ജെൽസ് ഇൻ ദ ഐ. So that will be a solution in the container, പക്ഷെ after application in the eye it becomes a gel. Okay, so അപ്പോൾ അങ്ങനെ നമുക്ക് ജെല്ലിങ് ഏജൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ജെല്ലിങ് ഏജൻസ് എന്താ ചെയ്യുക? വിസ്കോസിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സർട്ടൻ വിസ്കോസിറ്റി എൻഹാൻസേഴ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. വിസ്കോസിറ്റി എൻഹാൻസേഴ്സ് ഫോർ ഒഫ്താൽമിക് പ്രോഡക്ട്സ്. ഫസ്റ്റ് വൺ മീഥൈൽ സെല്ലുലോസ്, അതുപോലെ തന്നെ ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്. ഓക്കെ, സെല്ലുലോസിക് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള MCയും HPCയും ആണ്. HPMC ആണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ്, HPMCയും MCയും. അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വാട്ട് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ബട്ട് ജെൽസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഓക്കെ, ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ബട്ട് ജെൽസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ അവിടുത്തെ ട്രിഗറിംഗ് ഫാക്ടർ ഏതാണ്? ടെമ്പറേച്ചർ ആണ് അവിടുത്തെ ട്രിഗറിംഗ് ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി വാട്ട് മ്യൂക്കോ അദസീവ് ഓൾസോ. കോൺസെൻട്രേഷൻ 0.2 to 2.5% ആണ് വരുന്നത്. ഓക്കെ, അപ്പം ജെല്ലിംഗ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ വരുന്നത് 0.2 to 2.5%. ഇനി നെക്സ്റ്റ് വരുന്നത് പൊലാക്സാമോ അല്ലെങ്കിൽ പ്ലൂറോണിക് എന്ന് പറയും. POLAXAMER അല്ലെങ്കിൽ പ്ലൂറോണിക് PLURONIC. സോ പൊലാക്സാമർ എന്ന് പറയുമ്പോൾ പോളി എത്തിലീൻ ഓക്സൈഡും പോളിപ്രൊപ്പിലീൻ ഓക്സൈഡിൻ്റെയും കോപോളിമർ ആണ് പൊലാക്സാമർ എന്ന് പറയുന്നത്. ഓക്കെ, പൊളാക്സോമർ എന്ന് പറയുന്നത് കോപോളിമർ ഓഫ് പോളിയെത്തിലീൻ ഓക്സൈഡ് ആസ് വെൽ ആസ് പോളിപ്രൊപ്പിലീൻ ഓക്സൈഡ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ടു ബി ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ബട്ട് ജെൽസ് അറ്റ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ദ കോൺസെൻട്രേഷൻ യൂസ്ഡ് ഇസ് 0.2 to 5%. ഓക്കെ, അപ്പോൾ അവിടെയും ടെമ്പറേച്ചർ ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആൽജിനേറ്റ്. ആൽജിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽഗയിൽ നിന്ന് എടുക്കുന്നതാണ്. ആൻഡ് അവിടുത്തെ ട്രിഗറിംഗ് ഫാക്ടർ ജെല്ലിംഗ് ആവാൻ വേണ്ടിയിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് പോളിവാലൻ കാറ്റയോൺസ് ആണ്. ഓക്കെ, ഇറ്റ് ജെൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് പോളിവാലൻ കാറ്റയോൺസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ജലാൻഗം. ജലാൻഗം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പോളിസാക്കറൈഡ് ആൻഡ് ഇറ്റ് ജെൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റയോൺസ്. ഓക്കെ, സോ ജലാൻഗമിൻ്റെയും ട്രിഗറിംഗ് ഫാക്ടർ എന്താണ്? കാറ്റയോൺസ് ഇൻ ദ ടിയർ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മ്യൂക്കോ അദസീവ് പോളിമർ. ഇനി നെക്സ്റ്റ് വരുന്നത് കാർബോമർ ആണെന്നുണ്ടെങ്കിൽ pH ആണ് അവിടെ വരുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വാട്ട് ലിക്വിഡ് അറ്റ് ലോ pH ബട്ട് ജെൽസ് അറ്റ് pH greater than 7. ഓക്കെ, ദ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.05 to 2.5%. ഇനി നെക്സ്റ്റ് വരുന്നത് പോളിവിനൈൽ ആൽക്കഹോൾ. പോളിവിനൈൽ ആൽക്കഹോൾ ഇറ്റ്സ് എ വാട്ടർ സോൾബിൾ പോളിമർ ആണ് പോളിവിനൈൽ ആൽക്കഹോൾ ആൻഡ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ 0.1 to 5% ആണ് കോൺസെൻട്രേഷൻ.
വിസ്കോസിറ്റി കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ് ജെൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ബോറാക്സ്. ഓക്കെ, സോ ബോറാക്സിന്റെ പ്രസൻസിൽ ജെല്ല് ചെയ്യുന്നതാണ് ഏത് PVA. ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി ഏതിനെ ഡിപ്പെൻഡന്റ് ആണ്? കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ്. എത്ര കോൺസെൻട്രേഷനിലാണ് നമുക്ക് ജെല്ലിംഗ് വരുന്നത്? 0.1 to 5%. ഇനി നെക്സ്റ്റ് വരുന്നത് PVP, ദാറ്റ് ഇസ് പോളിവിനൈൽ പൈറോളിഡോൺ അല്ലെങ്കിൽ പോവിഡോൺ. ആൻഡ് അതെന്ന് പറയുമ്പോഴും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ്. വിസ്കോസിറ്റി 0.1 to 2% ആണ് gelling property കാണിക്കുക. Viscosity is concentration dependent and the concentration used is 0.1 to 2%. Then xanthan gum. Xanthan gum is a pseudoplastic ആയിട്ടുള്ള ഒരു പോളിമർ ആണ് xanthan gum എന്ന് പറയുന്നത്. And that is found to be a polysaccharide. Pseudoplastic എന്ന് പറയുമ്പം അറിയാലോ, ഷിയർ തിന്നിങ് ലിക്വിഡ് ആണ്. പിന്നെ മ്യൂക്കോ അദസീവ് നേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ജെൽ ഫോമിംഗ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമ്പിൾസ് ഫോർ വിസ്കോസിറ്റി എൻഹാൻസേഴ്സ്. സോ ഒന്നുകൂടി പറയാം, മീഥൈൽ സെല്ലുലോസ് അല്ലെങ്കിൽ HPMCയുടെ കേസ് വരുമ്പോൾ മ്യൂക്കോ അദസീവ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ബട്ട് ജെൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ യൂസ്ഡ് ഇസ് 0.2 to 2.5%. Next one is polaxamer or pluronic and it is also found to be liquid at a room temperature but gels at body temperature. Concentration is 0.2 to 5%. And it is a copolymer of a polyethylene oxide as well as a polypropylene oxide. Then alginate, it's a mixture of polyuronic acid which is derived from algae and it gels in the presence of polycationic cations, polyvalent cations. Then gelangum. Gelangum is a heteropolysaccharide which gels in the presence of cations in the tears and it is also a mucoadhesive polymer. Then next one is carbomer, which is a liquid at low pH but gels at a pH greater than 7. Concentration is 0.05 to 2.5%. The next one is PVA, that is polyvinyl alcohol, and it is found to be a water-soluble polymer whose concentration is a 0.1 to 5%. Viscosity is concentration dependent and it gels in the presence of borax. The next one is PVP, that is povidone, polyvinyl pyrrolidone, and its viscosity is a concentration dependent. Concentration is 0.1 to 2%. Next, xanthan gum, pseudoplastic polysaccharide, and it is found to be mucoadhesive in nature. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ മേ ബി ചിലപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ട് അതിൻ്റെ അവിടുത്തെ ജെല്ലിംഗ് ഫാക്ടറിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ചിലത് pH വരുന്നുണ്ട്, ചിലത് കാറ്റയോൺസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വിസ്കസിറ്റി എൻഹാൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. സോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഓയിൻമെന്റ്സിന്റെ കേസ് തന്നിട്ടുണ്ട്. അവിടെ ചോദിച്ച് കാണാറുള്ളത് പൊതുവേ നമ്മൾ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് പെട്രോളിയം ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ള കേസ് ചോദിച്ച് കാണാറുണ്ട്. വൈറ്റ് ആണോ യെല്ലോ ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീച്ചിങ് കഴിയുന്നത് കൊണ്ട് യെല്ലോ നമ്മൾ അധികം മീൻസ് വൈറ്റ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് ചെയ്തിട്ടാണ് വൈറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ യെല്ലോ പെട്രോൾ ആറ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇൻസേർട്ടിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഇൻസേർട്ടിൽ നമുക്ക് ഒക്കുസേർട്ട് ഉണ്ട്. ഒക്കുസേർട്ട് എന്ന് പറയുന്നത് നോൺ ഇറോഡബിൾ ആയിട്ടുള്ള ഇൻസേർട്ടിന് എക്സാമ്പിൾ ആണ്. ഇറോഡബിൾ ആയിട്ടുള്ള ഒരു ഇൻസേർട്ടിന് എക്സാമ്പിൾ ആണ് ലാക്രിസേർട്ട്. 2 എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. ഇറോഡബിൾ ആണോ നോൺ ഇറോഡബിൾ ആണോ എന്നുള്ളത് തന്നിട്ടില്ലായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സോ അപ്പോൾ നോൺ ഇറോഡബിൾ ആയിട്ടുള്ള ഇൻസേർട്ടാണ് ഒക്കുസേർട്ട് ആൻഡ് ഇറോഡബിൾ ആയിട്ടുള്ള ഇൻസേർട്ടാണ് ലാക്രിസേർട്ട് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. അപ്പോൾ ഒക്കുസേർട്ട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഇറോഡബിൾ ഇൻസേർട്ട് ആൻഡ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ അപ്പോൾ നോൺ ഇറോഡബിൾ ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഏതാണ് മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? എത്തിലീൻ വിനൈൽ അസറ്റേറ്റ് ആണ് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. തന്നിട്ടുള്ളതാണ് ബട്ട് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി നോൺ ഇറോഡബിൾ എന്നുള്ളത് ഓർക്കുക. ഇറ്റ് മസ്റ്റ് ബി റിമൂവ്ഡ് ബിഫോർ ദ പ്ലേസ്മെന്റ് ഓഫ് ദ നെക്സ്റ്റ് ഡോസ്. ഇറോഡബിൾ ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വെച്ചിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം? ഹൈലറോണിക് ആസിഡ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ സെല്ലുലോസ്, carbomer or polylactic co-glycolic acid, that is PLGA. So erodible ocular inserts are prepared from soluble matrices composed of hydroxypropyl cellulose, hyaluronic acid, carbomer or polylactic co-glycolic acid PLGA. അപ്പോൾ ഇത് ഇറോഡബിൾ ആണ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട? റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ വരുന്നില്ല. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഫ്താൽമിക് ഡോസേജ് ഫോം ആണ് സൊല്യൂഷൻ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഓയിലി സൊല്യൂഷൻസ്, ഓയിൻമെന്റ്സ്, എമൽഷൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡ്രഗ് ഡിഫ്യൂസ് ചെയ്തിട്ട്
ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, സോ ദേ റിക്വയർ ഡിഫ്യൂഷൻ ഓഫ് ദ ഡ്രഗ് ഫ്രം ദ വെഹിക്കിൾ ടു ദ കോർണിയ ആൻഡ് ദെൻ ഓൺലി ഇറ്റ് ക്യാൻ ആക്ട്. ഓക്കെ, സോ അപ്പോൾ അതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കേസുകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിസ്കോസിറ്റി റേഞ്ച്, ഈ ഒഫ്താൽമിക് സൊല്യൂഷൻസിന് ഒരു വിസ്കോസിറ്റി റേഞ്ച് ഉണ്ട്. അതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പൊതുവേ അതിൻ്റെ വിസ്കോസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 10 to 25 centipoise ആണ്. ഒഫ്താൽമിക് സൊല്യൂഷൻസ് വിൽ ബി ഹാവിംഗ് എ വിസ്കോസിറ്റി റേഞ്ച് ഓഫ് ജനറലി 10 to 25 centipoise. ആൻഡ് ജെൽസിന്, ഒഫ്താൽമിക് ജെൽസിനാണെന്നുണ്ടെങ്കിൽ 25 to 50 centipoise. 10 to 25 centipoise സൊല്യൂഷൻസിനും ജെൽസിന് 25 to 50 centipoise ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒക്കസേർട്ട്, ലാക്രിസേർട്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ വേറൊരു സേർട്ടിന്റെ കാര്യം കൂടിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദാറ്റ് ഈസ് റെറ്റിസേർട്ട്. റെറ്റിസേർട്ട്, RETISERT, റെറ്റിസേർട്ട്. റെറ്റിസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ ഇറോഡബിൾ ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ്. അത് എന്തിന്റെ ഫോർമുലേഷൻ ആണെന്നുള്ളതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. ഫ്ലൂസിനോളോൺ അസറ്റോണൈഡ്, അതിന്റെ ഫോർമുലേഷൻ ആണ് റെറ്റിസേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് എല്ലാ സേർട്ടിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റെറ്റിസേർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ ഇറോഡബിൾ ആണ് ആൻഡ് ദാറ്റ് റിലീസസ് ഫ്ലൂവോസിനോളോൺ അസറ്റോണൈഡ്, FLUOCINOLONE, ഫ്ലൂവോസിനോളോൺ അസറ്റോണൈഡ്. സോ അപ്പോൾ അതാണ് അതിൻ്റെ കേസ് വരുന്നത്. നോൺ ഇറോഡബിൾ ആണ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി റിമൂവ്. ഓക്കെ, സോ അതൊരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻ കേസ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവണം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് മെയിൻലി വരുന്നത് ഒഫ്താൽമിക്കിൻ്റെ ഡിഫറെൻറ്റ് ഫോർമുലേഷൻസിൻ്റെ കേസും അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെഹിക്കിളിൻ്റെ കേസ് വരുമ്പോൾ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ട് പോവാം. പ്രിസർവേറ്റീവ്സ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്നതാണ്. 0.01% ബെൻസാൽക്കോണിയം ക്ലോറൈഡിന്റെ കേസ്. പിന്നെ ഫിനൈൽ മെർക്കൂറിക് നൈട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ 0.002%. സോ അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. സോ ഈ പ്രിസർവേറ്റീവ്സ് എല്ലാം തന്നെ നോക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ അനസ്തെറ്റിക്സിന്റെ കേസിൽ നമുക്ക് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വക പോയിന്റ്സ് എല്ലാം നമ്മൾ തന്നിട്ടുണ്ട്, അതും കൂടിയിട്ട് നോക്കാം. പിന്നെ ഐസോട്ടോണിസിറ്റി റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓഫ്താൽമിക്കിന്റെ കേസിൽ ഐസോട്ടോണിക് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് യൂഷ്വലി 0.9% സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ 1.9% ബോറിക് ആസിഡ് ആണ് നമുക്ക് ഐസോട്ടോണിക് വെഹിക്കിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഐന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോണിസിറ്റി എത്ര സോഡിയം ക്ലോറൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 to 2% സോഡിയം ക്ലോറൈഡ് വരെ നമുക്ക് ഐക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി ചിലപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഐ ക്യാൻ ടോളറേറ്റ് എ റേഞ്ച് ഓഫ് ടോണിസിറ്റി ഫ്രം 0.5 to 2% സോഡിയം ക്ലോറൈഡ്. ഐസോട്ടോണിക് വെഹിക്കിൾസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എത്രയാണ്? 0.9% സോഡിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ബോറിക് ആസിഡ് 1.9. സോ അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചില ടെക്സ്റ്റിൽ 0.5 to 1.8% എന്ന് തരുന്നുണ്ട്. ചില ടെക്സ്റ്റിൽ 0.5 to 2% എന്ന് തന്നിട്ടുണ്ട്. എനിവേ അത് എങ്ങനെയായിരുന്നാലും ജസ്റ്റ് 0.2ന്റെ ഡിഫറൻസേ ഉള്ളൂ. സോ അപ്പോൾ അതൊരു അങ്ങനെ ഓപ്ഷൻസ് മാറ്റി തരില്ല. എനിവേ ആ ഒരു റേഞ്ച് ഓർത്ത് വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വെറ്റിംഗ് ഏജൻസിന്റെ കേസ്, നമ്മൾ ആഡ് ചെയ്യുന്ന സർഫാക്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ നോൺ അയണിക് സർഫാക്റ്റൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് വെറ്റിംഗ് ഏജൻസ് ആയിട്ട് പ്രിഫറബിൾ ആയിട്ട് വരുന്നത് എന്നും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെറിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നുണ്ട്, ഹീറ്റിംഗ് വിത്ത് ബാക്ടീരിയസൈഡ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. പാക്കേജിങ് കമ്പോണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ, ഗാമ സ്റ്റെറിലൈസേഷൻ, പിന്നെ അതേപോലെ തന്നെ ഓട്ടോക്ലേവിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റെറിലൈസേഷനോ ചെയ്യുന്നുണ്ട് ഏതിന്റെ കേസിൽ? ഓയിൻമെന്റ് മെറ്റൽ ട്യൂബ്സിന്റെ കേസിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോൺടാക്ട് ലെൻസസ് ആണ്. കോൺടാക്ട് ലെൻസിന്റെ കേസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. 2 ടൈപ്പ് കോൺടാക്ട് ലെൻസ് ഏതൊക്കെയാണെന്നുള്ളത് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കുക. അതിൽ PMMA ലെൻസ് എന്ന് പറയുന്നത് ഹാർഡ് കോൺടാക്ട് ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്നുള്ളത് ഓർക്കുക. അത് ആ കെമിക്കലിന്റെ ബേസിസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും HEMA. ഓക്കെ, സോ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. പിന്നെ ക്യാപ്പുകളും കളറ് പാരന്റൽസിൻ്റെ അത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒഫ്താൽമിക്കിന്റെ കേസിലും അതൊന്ന് ഓർത്ത് വെച്ചേക്കുക എന്തൊക്കെയാണ് കളർ എന്നുള്ളത്. ആ ചാർട്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് പോർഷൻ വരുന്നത് ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് ആണ്.
സോ അപ്പോൾ ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസിൽ ഏറ്റവും ഫസ്റ്റ് നോക്കാനുള്ളത് ഡെന്റൽ പ്രിപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡെന്റിഫ്രൈസസ്. ഡെന്റിഫ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മോസ്റ്റ്ലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ക്ലീനിങ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് അല്ലെ, ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഡെന്റിഫ്രൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പിൽ വരാം, ലിക്വിഡ് ഡെന്റിഫ്രൈസ് ഉണ്ട്. ഈ ലിക്വിഡ് തന്നെ നമുക്ക് അക്വസ് അല്ലെങ്കിൽ ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻസ് ഓഫ് സർഫാക്ടൻസ് ആണെന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു സെന്റൻസ് തരാം, ഡെന്റിഫ്രൈസസ് എന്ന് പറയുന്നത് ഒൺലി ടൂത്ത് പൗഡർ എന്നോ അല്ലെങ്കിൽ ഒൺലി ടൂത്ത് പേസ്റ്റ് എന്നോ അങ്ങനെയൊക്കെ തരാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ടൂത്ത് പൗഡർ, ടൂത്ത് പേസ്റ്റ് ആസ് വെൽ ആസ് വാട്ട് ലിക്വിഡ് ഡെന്റിഫ്രൈസസ് അതെ. ഇനി അതിന്റെ മെയിൻ കണ്ടന്റ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ അബ്രാസീവ്സിന്റെ കേസ്, അതായത് പോളിഷിംഗ് ഏജൻസ് അബ്രാസീവ്സിന്റെ കേസിൽ മാറ്റർ സോൾട്ട് എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്, സോഡിയം മെറ്റാഫോസ്ഫേറ്റ്. പിന്നെ ബാക്കി എക്സാമ്പിൾസ് പഠിക്കുക. ദെൻ ബൈൻഡേഴ്സിന് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതെല്ലാം പഠിക്കുക. ദെൻ ഡിറ്റർജൻസ്, അതേപോലെ തന്നെ ഫ്ലേവറിംഗ് ഏജൻസ്, ഹ്യൂമക്റ്റൻസ്, പ്രിസർവേറ്റീവ്സ്, സ്വീറ്റനിങ് ഏജൻസ്, ആന്റികാരീസ് ആൻഡ് ഡീസെൻസിറ്റൈസേഴ്സ്. അതിൽ സ്ട്രോക്ഷൻ ക്ലോറൈഡ് ഡീസെൻസിറ്റൈസറിന്റെ കേസ് എടുത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കോസ്മെറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒൺലി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക്സ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. വാട്ടറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റ് കോസ്മെറ്റിക്സിൻ്റെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡെന്റിഫ്രൈസസിൻ്റെതിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെന്റിഫ്രൈസസിന്റെ കേസിൽ ഈ ടൂത്ത് പൗഡറും ടൂത്ത് പേസ്റ്റും ലിക്വിഡ് പ്രിപ്പറേഷൻസും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് അബ്രാസീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോളിഷിംഗ് ഏജൻസ് ആണ്. സോ അപ്പോൾ അത് പോളിഷിംഗ് ഡെബ്രി ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അവിടെ ഒരു കാര്യം കൂടിയിട്ട് നോട്ട് ചെയ്യാനുണ്ട്, ദ ക്ലെൻസിങ് പവർ ഓഫ് ആൻ അബ്രാസീവ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്ലെൻസിങ് പവർ ഓഫ് ആൻ അബ്രാസീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ്, ഷേപ്പ്, ഹാർഡ്നെസ് ആസ് വെൽ ആസ് വാട്ട് ബ്രിട്ടിൽനെസ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്ലെൻസിങ് പവർ ഓഫ് അബ്രാസീവ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ്, ഷേപ്പ്, ഹാർഡ്നെസ് ആസ് വെൽ ആസ് വാട്ട് ബ്രിട്ടിൽനെസ്. ഓക്കെ, ദെൻ നമ്മൾ അബ്രാസീവ്സിന്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിൽ ഒരു എക്സാമ്പിളും കൂടിയിട്ട് ഓർക്കുക, ഹൈഡ്രേറ്റഡ് അലുമിനിയ. സോ അപ്പോൾ ഓൾ ഓഫ് ദി അബോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ആ എക്സാമ്പിൾസ് അറിയണം. അപ്പോൾ തന്നിരിക്കുന്ന എക്സാമ്പിൾസിന്റെ കൂടെ ഒരു എക്സാമ്പിളും കൂടി ഓർക്കുക, ഹൈഡ്രേറ്റഡ് അലുമിനിയ. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ബൈൻഡേഴ്സ്. ബൈൻഡേഴ്സിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോളിഡ് ലിക്വിഡ്സിനെ ആ ഒരു യുണൈറ്റഡ് ഫോമിലേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈൻഡേഴ്സ് സഹായിക്കുന്നത്. യൂഷ്വലി നമുക്ക് ഗം ഒക്കെ ഒരു ഗുഡ് ബൈൻഡർ ആണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഗം ട്രഗാക്കാന്താണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ pH ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് കൺസിസ്റ്റൻസി അത് മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ pH ചേഞ്ചസ്. ഇനി ട്രഗകാന്ത് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 to 2.5% നമ്മൾ യൂഷ്വലി ട്രഗകാന്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സാധാരണഗതിയിൽ എത്ര ബൈൻഡിങ് ഏജന്റ് എത്ര പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺസിസ്റ്റൻസി ഓഫ് ദ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് ബൈൻഡിങ് ഏജന്റ് ദാറ്റ് ഇസ് റിക്വയർഡ് ഇൻ ഡെന്റിഫ്രൈസസ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺസിസ്റ്റൻസി ഓഫ് ദ പ്രിപ്പറേഷൻ. ഓക്കെ, ആ പോയിന്റും ഓർക്കണം. പിന്നെ ഗം ട്രഗകാന്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറിൻ ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ലംസ്. ഓക്കെ, ആ പോയിന്റും അവിടെ ഓർക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ബൈൻഡേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾസ് തന്നിട്ടുള്ളത് പഠിക്കണം. ഇനി അടുത്ത ഇൻ അഡീഷൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ബൈൻഡർ എന്തിനാന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇൻ ഓർഡർ ടു കീപ് ദ കൺസിസ്റ്റൻസി, ഇൻ ഓർഡർ ടു കീപ് ദ സോളിഡ്സ് ആസ് വെൽ ആസ് ദ ലിക്വിഡ്സ് ഇൻ ഇറ്റ്സ് യുണൈറ്റഡ് ഫോം ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി. ഇനി അതിലേറ്റവും ഇനി എത്ര എമൗണ്ട് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കൺസിസ്റ്റൻസി ഓഫ് ദ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി അതിൽ ഏറ്റവും സ്യൂട്ടായിട്ട് ജനറലി യൂസ് ചെയ്യുന്ന ഒരു ഗമ്മാണ് ഗം ട്രഗകാന്ത്, ആൻഡ് ദാറ്റ് ഇസ് generally used. Okay, why? Because it is not affected by pH changes. Okay, ഇനി അതേപോലെ തന്നെ 1 to 2.5% ആണ് യൂഷ്വലി നമ്മൾ ട്രഗകാന്തിന്റെ ഒരു കോൺസെൻട്രേഷൻ വരുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രഗകാന്ത് വൈ ഇറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് ഗ്ലിസറിൻ ഓർ ആൽക്കഹോൾ ബിഫോർ ആഡിങ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ലംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിറ്റർജൻസ്. ഡിറ്റർജൻസിന്റെയും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഡിറ്റർജൻസ് എന്ന് പറയുമ്പോൾ സർഫാക്ടൻസ് ആണ്. സർഫാക്ടൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സർഫസ് ടെൻഷൻ ലോവർ ചെയ്യുന്നുണ്ടായിരിക്കും. സർഫസ് ടെൻഷൻ ലോവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ ആ ഡെബ്രി നമുക്ക് പെട്ടെന്ന് തന്നെ ആ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് അതുവഴി സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഡിറ്റർജൻസിന്റെ ആക്ഷൻ വരുന്നത്.
സോ ഈ ഡിറ്റർജൻസ് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു എൻഹാൻസ് ദ ആക്ഷൻ ഓഫ് അബ്രാസീവ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ surfactants which are used to enhance the action of abrasives and they will lower the surface tension and thereby they will remove the debris. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിറ്റർജന്റിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടേസ്റ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, ദ ഡിറ്റർജന്റ് ഷുഡ് ബി ടേസ്റ്റ്ലെസ്, നോൺ ടോക്സിക്, നോൺ ഇറിറ്റന്റ് ടു ഓറൽ മ്യൂക്കോസ. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ ഗുഡ് ഫോമിംഗ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഡിറ്റർജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ടേസ്റ്റ്ലെസ് ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ഗുഡ് ഫോമിംഗ് പ്രോപ്പർട്ടീസ്. ഓക്കെ, പതയാനുള്ള ആ ഒരു പ്രോപ്പർട്ടി അതിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഡിറ്റർജൻസിൽ നമുക്ക് അറിയാം ഡിഫറെന്റ് ഡിറ്റർജൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു ഡിറ്റർജന്റ് ആണ് നമ്മുടെ SLS അല്ലെങ്കിൽ SDS എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് SLS സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഈ സോഡിയം ലോറൈൽ സൾഫേറ്റിന്റെ മറ്റൊരു പേരാണ് SDS അഥവാ സോഡിയം ഡോ ഡെസൈൽ സൾഫേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് SLS എന്ന ഓപ്ഷനിൽ തരുന്നതിന് പകരം ചിലപ്പം സോഡിയം ഡോ ഡെസൈൽ സൾഫേറ്റ് എന്ന് തരാം. ഓക്കെ, സോ അപ്പൊ അതും കൂടിയിട്ടൊന്ന് ഓർക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരുന്നത്? ഡിറ്റർജൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്ലേവറിംഗ് ഏജൻസ് ആണ്. ഫ്ലേവറിംഗ് ഏജൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 0.5 to 2% ആണ്. ഫ്ലേവറിംഗ് ഏജൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 0.5 to 2%. എക്സാമ്പിൾസ് ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട്, ആ എക്സാമ്പിൾസ് എല്ലാം പഠിക്കുക. ഇനി ഹ്യൂമക്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമക്റ്റൻസിന്റെ കേസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുള്ളതാണ് ഹ്യൂമക്റ്റൻസിന്റെ കേസ്. ഹ്യൂമക്റ്റൻസ് മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഇപ്പൊ നമുക്ക് ഡെന്റിഫ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ടൂത്ത് പൗഡർ ഉണ്ട്, ലിക്വിഡ് ഡെന്റിഫ്രൈസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണ് നമുക്ക് ഹ്യൂമക്റ്റൻസിന്റെ ആക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റിലാണല്ലേ. പേസ്റ്റ് ആണ് നമുക്ക് എന്ത് വേണ്ടത്? മോയ്സ്ചർ റീറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഡ്രൈ ആയിപ്പോവും. അപ്പൊ അവിടെ നമുക്ക് പേസ്റ്റിലാണ് നമുക്ക് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടൂത്ത് പൗഡറിലാണോ ടൂത്ത് പേസ്റ്റിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂത്ത് പേസ്റ്റിലാണ്. ഓക്കെ, ടു ബിക്കം ദ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഡ്രൈ. ഓക്കെ, ഇനി കോമൺലി യൂസ്ഡ് എക്സാമ്പിൾസ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളതാണ് ഗ്ലിസറിൻ, സോബിറ്റോൾ, പ്രൊപ്പിലൈൻ ഗ്ലൈക്കോൾ. മിക്ക എക്സാംസിലും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഓർക്കാൻ പറ്റും. അപ്പൊ അത് GPS എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഗ്ലിസറിൻ, അതുപോലെ തന്നെ പ്രൊപ്പിലൈൻ ഗ്ലൈക്കോൾ, അതുപോലെ തന്നെ സോബിറ്റോൾ. ഓക്കെ, ഇനി ഏറ്റവും ബെസ്റ്റ് ഹ്യൂമക്റ്റന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലിസറിൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഹ്യൂമക്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ കോൺസെൻട്രേഷൻ 5 to 10%. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെന്റ് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. അതിൽ ഓർക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബെൻസോയേറ്റിന്റെ ഡെറിവേറ്റീവ് സോഡിയം ബെൻസോയേറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ ടൂത്ത് പേസ്റ്റ്. ഓക്കെ, സോ അപ്പം സോഡിയം ബെൻസോയേറ്റ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് സ്വീറ്റ്നേഴ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും സാക്കറിൻ ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സ്വീറ്റനിങ് ഏജന്റ് എന്ന് പറയുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് എഴുതി വെച്ചേക്കുക. 0.005 to 0.25% സാക്കറിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് എ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് സാക്കറിന്റെ പെർസെൻറ്റേജ് വരുന്നത് 0.005 to 0.25%. ഇനി നെക്സ്റ്റ് വരുന്നത് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തായിരിക്കും? നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള മെഡിസിൻ കൂടി ഉണ്ടായിരിക്കും അല്ലേ. സോ അപ്പോൾ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ടു റിമൂവ് ബാഡ് സ്മെൽ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് സർട്ടൻ ആന്റിബയോട്ടിക്സ് ഓർ സം മെഡിസിൻസ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിന്റെ കേസിൽ വരുന്നത്. അടുത്തത് ഫേഷ്യൽ കോസ്മെറ്റിക്സ് ആണ്. ഫേഷ്യൽ കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലെൻസിങ്, റിഫ്രഷിങ്, നറിഷിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഫേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഫേഷ്യൽ കോസ്മെറ്റിക്സ് വരുന്നത്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേഷ്യൽ കോസ്മെറ്റിക്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഫേഷ്യൽ കോസ്മെറ്റിക്സിന്റെ ഫേസ് പൗഡറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫേഷ്യൽ കോസ്മെറ്റിക്സിൽ വരുന്നത് ഫേസ് പൗഡർ ഉണ്ട്, കോമ്പാക്ട് ഫേസ് പൗഡർ ഉണ്ട്, റൂഗയുണ്ട്, അതേപോലെ തന്നെ കോൾഡ് ക്രീം, ക്ലെൻസിങ് ക്രീം, വാനിഷിംഗ് ക്രീം, ഫൗണ്ടേഷൻ ക്രീം, മോയ്സ്ചറൈസിംഗ് ക്രീം, പിന്നെ അതേപോലെ തന്നെ ഐയുടെ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്, ലിപ്സ്റ്റിക് വരുന്നുണ്ട്, ബ്ലീച്ചസ് വരുന്നുണ്ട്, ഷേവിംഗ് പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫേഷ്യൽ കോസ്മെറ്റിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ഫേഷ്യൽ കോസ്മെറ്റിക്സിന്റെ ഫസ്റ്റ് നമുക്ക് ഫേസ് പൗഡർ നോക്കാം. ഫേസ് പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി അതിൽ എന്തായിരിക്കും വരുന്നത്? ടാൽക്കം ആയിരിക്കും. ടാൽക്കം പൗഡർ ആണ് മോസ്റ്റ്ലി നമുക്ക് ഫേസ് പൗഡേഴ്സിന്റെ ജനറലി കണ്ടെയ്ൻ വാട്ടർ ടാൽക്കം പൗഡർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ അതിൽ കാവലിൻ ഉണ്ടായിരിക്കും, മെഗ്നീഷ്യം കാർബണേറ്റ്, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആക്ഷൻ? സ്ലിപ്പിംഗ് ഏജന്റ് ആണ് ടാൽക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം.
ഇനി പ്ലസ് നമുക്ക് എടുത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്ത്, ഒപ്പാസിഫൈങ് ഏജന്റ് ഏതാന്നുള്ളത് അല്ലേ. ഒപ്പാസിഫൈങ് ഏജന്റ് ആയിട്ട് നമുക്ക് മിക്ക ഫോർമുലേഷൻസിലും ആരാണ് ആക്ട് ചെയ്യുക, ടൈറ്റാനിയം ഡയോക്സൈഡ്. ഇനി അതേപോലെ തന്നെ മെഗ്നീഷ്യം കാർബണേറ്റ് നമ്മൾ ഇതിൽ എവിടെയാ പഠിക്കുന്നത്, അബ്സോർബിങ് ഏജന്റിലാണ് മെഗ്നീഷ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, സ്റ്റാർച്ച്, ഇതൊക്കെ നമുക്ക് എവിടെ വരുന്നുണ്ട്, അബ്സോർബിങ് ഏജന്റ് ആയിട്ടാണ് വരുന്നത്. സോ അപ്പോൾ they will be what, they have good absorbent properties. ഇനി സൂതിങ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, കാവോലിൻ. ഓക്കെ, കാവോലിൻ സൂതിങ് എഫക്റ്റ് ടു ദ സ്കിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, ഫേസ് പൗഡേഴ്സ് നമുക്ക് 3 ടൈപ്പ് ഓഫ് ഫേസ് പൗഡേഴ്സ് ഉണ്ട്. ലൈറ്റ് ടൈപ്പ് ഉണ്ട്, മീഡിയം ടൈപ്പ് ഉണ്ട്, ഹെവി ടൈപ്പ് പൗഡർ ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഫേസ് പൗഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈ സ്കിന്നുകാർക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഫേസ് പൗഡർ, ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ടൈപ്പ് ഫേസ് പൗഡർ മതിയാകും. ദാറ്റ് കണ്ടെയ്ൻസ് വാട്ട്, എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടാൽക്. ഓക്കെ, സോ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടാൽക് ആണ് ഏതിൽ വരുന്നത്, ലൈറ്റ് ടൈപ്പ് ഫേസ് പൗഡറിൽ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ വാട്ട്, ഡ്രൈ സ്കിൻ. ഇനി നെക്സ്റ്റ് വരുന്നത് മീഡിയം ടൈപ്പ് ആണ്. മീഡിയം ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നോർമൽ ടു മോഡറേറ്റ്ലി ഓയിലി സ്കിന്നുകാർക്ക് മീഡിയം ടൈപ്പ് ആണ് വരുന്നത്. ആൻഡ് ദേ വിൽ ബി ഹാവിംഗ് ലെസർ എമൗണ്ട് ഓഫ് ടാൽക് ആൻഡ് ഹയർ എമൗണ്ട് ഓഫ് സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സിങ്ക് ഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാം, ഒരു ഓയിലി നേച്ചർ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം, കവറിങ് ഏജന്റ് കൂടുതലായിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിങ്ക് ഓക്സൈഡിന്റെ എമൗണ്ട് കൂടുതലുള്ളത് യൂസ് ചെയ്ത്. ഇനി ഹെവി ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ആർക്ക് വേണ്ടിയിട്ടാണ്, വെരി ഓയിലി സ്കിൻകാരാണെന്നുണ്ടെങ്കിൽ ഹെവി ടൈപ്പ് ഫേസ് പൗഡർ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി കണ്ടെയ്നിങ് വാട്ട്, എ വെരി ഗ്രേറ്റ് എമൗണ്ട് ഓഫ് സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സോ അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എന്തിന്റെ പ്രസൻസ് ആവശ്യമാണ്, കവറിങ് ഏജൻസ് കൂടുതലായിട്ടുള്ളതായിരിക്കും നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് പ്രിഫറബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഫേസ് പൗഡേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലൈറ്റ് ടൈപ്പ് ഫോർ ഡ്രൈ സ്കിൻ കണ്ടെയ്ൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടാൽക്. ഇനി മീഡിയം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫോർ നോർമൽ ടു മോഡറേറ്റ്ലി ഓയിലി സ്കിൻ ടൈപ്പ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ലെസർ ടാൽക് ബട്ട് more amount of zinc oxide. And heavy type എന്ന് പറയുമ്പോൾ it is used for a very oily skin and they contains lesser amount of talc but higher quantity of a zinc oxide. Okay, so ആ പോയിന്റ് തന്നിട്ടില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് ഡിയോഡറന്റ് പൗഡറും അതുപോലെ തന്നെ ബേബി പൗഡറിന്റെ ഫോമുല ഒന്ന് നോട്ട് ചെയ്യുക. ഡിയോഡറന്റ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ബോറിക് ആസിഡ്, ടാൽക്കം പൗഡർ ആണ്, ടാൽക്കം പൗഡറിന്റെ കൂടെ വരുന്നത് ബോറിക് ആസിഡും സാലിസിലിക് ആസിഡും സ്റ്റാർച്ചും ആണ് ഡിയോഡറന്റ് പൗഡർ. ഇനി ബേബി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ടാൽക്കം പൗഡർ പ്ലസ് ബോറിക് ആസിഡ് പ്ലസ് സിൻസ്റ്റിയറേറ്റ് ആണ് ബേബി പൗഡർ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് കോമൺലി ഉള്ള ഫോർമുലേഷൻ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കേസ് ഓർക്കാനുള്ളത്, ഈ ഫേസ് പൗഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഏത് സീവ് നമ്പറിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പാസ് ചെയ്യുന്നത് സീവ് നമ്പർ 120, 120. ഓക്കെ, സോ സീവ് നമ്പർ 120യിലൂടെയാണ് അത് ഇൻഗ്രീഡിയൻസ് നമ്മൾ സീവ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു കോമ്പാക്ട് ഫേസ് പൗഡർ. കോമ്പാക്ട് ഫേസ് പൗഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഫേസ് പൗഡറിനെ മാറ്റി എന്ത് ആഡ് ചെയ്തിട്ട് അങ്ങനെ മാറ്റാൻ പറ്റുന്നത്, ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി ദ ബൈൻഡിങ് ഏജന്റ് സൊല്യൂഷൻ. സോ ഫേസ് പൗഡർ പ്ലസ് ബൈൻഡിങ് സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, കോമ്പാക്ട് ഫേസ് പൗഡർ കിട്ടി. അപ്പൊ യൂഷ്വലി നമുക്ക് യൂസ് ചെയ്യുന്ന ബൈൻഡർ ഏതാണ്, ട്രാഗാകാന്താണ്. ഓക്കെ, സോ അതിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് രൂകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഏതൊക്കെ ഫോമിൽ അവൈലബിൾ ആണെന്നുള്ളതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദാറ്റ് ഇസ് സോളിഡ് ഫോം, ലിക്വിഡ് ഫോം ആസ് വെൽ ആസ് വാട്ട്, ക്രീമി ഫോമിലും അവൈലബിൾ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പഫ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു കോൾഡ് ക്രീം. കോൾഡ് ക്രീം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ എമൽഷൻ അല്ലേ. ക്രീം എന്ന് പറയുമ്പോൾ അത് എമൽഷനിലേക്ക് പോയി. ഇനി എമൽഷൻ ആണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിൽ കോൾഡ് ക്രീം എന്ന് പറയുന്നത് എന്താണ്, അത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് എമൽഷൻ ആണ് കോൾഡ് ക്രീം വരുന്നത്. നമുക്കറിയാം വാനിഷിംഗ് ക്രീം എന്ന് പറയുമ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും കോൾഡ് ക്രീം വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും. ആക്ച്വലി ഈ കോൾഡ് ക്രീംസും ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഓൺ സ്റ്റോറേജ് അല്ലെങ്കിൽ ബട്ട് ആപ്ലിക്കേഷൻ ടു ദ സ്കിൻ എന്ത് ചെയ്യും, ഈ വാട്ടർ ഗെറ്റ്സ് ഇവാപറേറ്റഡ് ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് emulsion. Okay, and that is found to be what cold cream. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് കോൾഡ് ക്രീം കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് വരുന്നത്, ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കോൾഡ് ക്രീമിന്റെ കേസിൽ അപ്പോൾ ഓർക്കാനുള്ളത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ആണെന്നുള്ളത് ഓർക്കുക. ആൻഡ് അറ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, ബട്ട് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓൺ ദ സ്കിൻ
ഇറ്റ് ബിക്കംസ് വാട്ടർ ആൻഡ് ഓയിൽ ടൈപ്പ്. ഓക്കെ, ഇനി കോൾഡ് ക്രീംസിന്റെ കേസ് വരുമ്പം ഇൻസിറ്റു ഇമൾസിഫയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബീസ്വാക്സും ബോറാക്സും ഉണ്ട് അവിടെ. സെറോട്ടിക് ആസിഡ് ആണ് ബീസ്വാക്സിൽ പ്രസന്റ് ആയിരിക്കുന്ന സെറോട്ടിക് ആസിഡ് ആണ്, അതാണ് ബോറാക്സ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യം, അതൊരു എമൽഷൻ ഇൻസിറ്റു എമൽസിഫയർ ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്ലെൻസിങ് ക്രീം. ക്ലെൻസിങ് ക്രീം എന്ന് പറയുമ്പോൾ ദീസ് ആർ യൂസ് ടു റിമൂവ് ഫേഷ്യൽ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസിങ് ക്രീംസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലെൻസിങ് ക്രീംസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ക്രീമാണ്? ദേ ആർ ഫൗണ്ട് ടു ബി ബേസിക്കലി cold creams, okay, containing a detergent for cleaning action. Okay, so our cleansing creams are found to be basically cold creams ആണ്, but they contain what a detergent for cleaning action. And next വരുന്നത് ഇനി അടുത്തത് ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ക്ലെൻസിങ് ക്രീംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്വീൻസ് ആണ്. ഓക്കെ, ട്വീൻസ് ആർ യൂസ്ഡ് അലോങ് വിത്ത് ഡിറ്റർജന്റ് ടു റിമൂവ് ദ ഡേർട്ട്. ഇനി പെപ്സിൻ എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മേക്ക് ദ ഫേസ് സ്കിൻ സ്മൂത്ത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ക്ലെൻസിങ് ക്രീംസ് യൂഷ്വലി നമുക്ക് എന്താണ് കോൾഡ് ക്രീംസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലെൻസിങ് ക്രീംസ് നമുക്ക് 3 ടൈപ്പ് ക്ലെൻസിങ് ക്രീംസ് വരുന്നുണ്ട്. അത് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് വരുന്നുണ്ട്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ലിക്വിഫൈയിങ് ക്ലെൻസിങ് ക്രീംസും ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ലിക്വിഫൈയിങ് ക്ലെൻസിങ് ക്രീംസ് ഉണ്ട്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ലിക്വിഫൈഡ് ക്ലെൻസിങ് ക്രീംസ് എന്ന് പറയുമ്പോഴത്തേക്കും യൂഷ്വലി അതിൽ മിനറൽ ഓയിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫാറ്റി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, മിനറൽ ഓയിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫാറ്റി മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, വിത്ത് ഹൈഡ്രോ കാർബൺ വാക്സസോ അല്ലെങ്കിൽ പാരഫിൻ വാക്സോ ഒക്കെ ചേർന്നിട്ടാണ് വരുന്നത്. സീറ്റൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്റ്റിയറൈൽ ആൽക്കഹോളും ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എമൽസിഫൈഡ് ക്രീംസിൽ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഓയിൽ ഇൻ വാട്ടർ ടൈപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബീസ്വാക്സ് ബോറാക്സ് ക്രീമിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ക്രീം എന്ന് പറയുമ്പോഴത്തേക്കും നോൺ അയണിക് എമൽസിഫയറിന്റെ പ്രസൻസ് ആണ് അവിടെ വരുന്നത് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പിന്റെ കേസ് വരുമ്പോൾ. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് അതിൽ വരുന്നത്. ഇനി അവിടെ നമ്മൾ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസിലാണ് യൂഷ്വലി നമ്മൾ ഈ കണ്ടൻസ് ഹീറ്റ് ചെയ്യുന്നത്. അത് പൊതുവേ നമ്മൾ ക്രീമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ വരുന്ന ടെമ്പറേച്ചർ 75 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വാനിഷിംഗ് ക്രീംസിന്റെ കേസ് വരുമ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽഷൻ ആണ് വാനിഷിംഗ് ക്രീം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് എമൽസിഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ക്വിക്ലി വാനിഷിംഗ് അല്ലേ, അതുകൊണ്ടാണ് അതിനെ വാനിഷിംഗ് ക്രീം എന്ന് പറയുന്നത്. And these are prepared by what emulsification of stearic acid and water. Okay, so അപ്പോൾ അതാണ് നമുക്ക് അതൊക്കെ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. ആൽക്കലി നമ്മുടെ പ്രസൻസിലാണ് വരുന്നത്, സ്റ്റിയറിക് ആസിഡ് ആൽക്കലി സോപ്പ് ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ, സാപ്പോണിഫിക്കേഷൻ ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, സോപ്പ് ഫോർമേഷൻ അഥവാ എമൽസിഫയർ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. പിന്നെ സ്റ്റിയറിക് ആസിഡ് ആണ് നമുക്ക് പേർലി വൈറ്റ് ഷൈനിങ് അപ്പിയറൻസ് ക്രീമിന് തരുന്നത് സ്റ്റിയറിക് ആസിഡ് ആണെന്നുള്ളത് ഓർക്കുക. ആൻഡ് ദാറ്റ് ഓൺ ആപ്ലിക്കേഷൻ ഫോംസ് വാട്ട് എ വൈറ്റ് ഫിലിം ഓഫ് എ ഫ്രീ സ്റ്റിയറിക് ആസിഡ്. ഇനി അവിടെ ഓർക്കാനുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിയറിക് ആസിഡ് എന്ന് പറയുന്നത് ഫൈനസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ട്രിപ്പിൾ പ്രസ്ഡ് സ്റ്റിയറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനസ്റ്റ് ക്വാളിറ്റി ട്രിപ്പിൾ പ്രസ്ഡ് സ്റ്റിയറിക് ആസിഡ് ഹാവിംഗ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അബൌട്ട് 55 ഡിഗ്രി സെൽഷ്യസ് ഇസ് നോർമലി യൂസ്ഡ്. ഓക്കെ, സോ അപ്പോൾ ചിലപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ചോദിക്കാം. അപ്പോൾ 55 ഡിഗ്രി സെൽഷ്യസിന്റെ ട്രിപ്പിൾ പ്രസ്ഡ് സ്റ്റിയറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് that will be melting at what ബോഡി ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അതിന്റെ ഓയിൽ ഫേസ്. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് അതിന്റെ കേസ് വരുന്നത്. ഇനി അവിടെ ഒരു പോയിന്റും കൂടി ഓർക്കാനുള്ളത്, ആൽക്കലി അവിടെ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ, സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. അപ്പോൾ അതിൽ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ് വാട്ട് മോർ ഹാർഡർ ക്രീം ദാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. അപ്പോൾ വാനിഷിംഗ് ക്രീംസിൽ ഹാർഡർ വാനിഷിംഗ് ക്രീംസ് കിട്ടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണോ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനേക്കാളും ഹാർഡർ ക്രീം തരുന്നത് ഏത് ആഡ് ചെയ്യുമ്പോഴാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, വാനിഷിംഗ് ക്രീംസിന്റെ കേസ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷൻ ക്രീംസ്. ഫൗണ്ടേഷൻ ക്രീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ആഫ്റ്റർ ക്ലെൻസിങ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ ക്രീംസ്. ദേ ആർ ടു ബി അപ്ലൈഡ് ഫേസ് ആഫ്റ്റർ ക്ലെൻസിങ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ സ്മൂത്ത് എമോളിയൻ ബേസ് ഫോർ ആപ്ലിക്കേഷൻ ടു വട്ട് ഫേഷ്യൽ മേക്കപ്പ്. അപ്പോൾ ഫേഷ്യൽ മേക്കപ്പിന്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഫൗണ്ടേഷൻ ക്രീമാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ക്രീമിന്
മുന്നേ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, സോ അപ്പോൾ അതാണ് അതിന്റെ കേസ് വരുന്നത്. ആൻഡ് ബ്യൂട്ടി മിൽക്ക് എന്ന് അറിയപ്പെടുന്നത് എന്താണ്, ഏത് ടൈപ്പ് ക്രീം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഫൗണ്ടേഷൻ ക്രീം. ആൻഡ് ദേ ആർ ഫൗണ്ട് ടു ബി വോട്ട് ഓയിൽ ആൻഡ് വാട്ടർ ടൈപ്പ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഫൗണ്ടേഷൻ ക്രീംസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഐഡിയൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്രീംസിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫാറ്റി മെറ്റീരിയൽസ് ആണ്. ഫാറ്റി മെറ്റീരിയൽസ്, സ്റ്റിയറിക് ആസിഡ്, ആൽക്കലി, ഗ്ലിസറിൻ, സർഫാക്റ്റൻസ്, എമൽസിഫൈങ് ഏജൻസ്, പ്രിസർവേറ്റീവ്സ്, പെർഫ്യൂംസ്, ഇത്രയാണ് നമുക്ക് ഫൗണ്ടേഷൻ ക്രീമിന്റെ കണ്ടൻസ് ആയിട്ട് മോസ്റ്റ്ലി വരുന്നത്. ഫാറ്റി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ബീസ് വാക്സ്, കാർണോബ വാക്സ്, ലെനോളിൻ, മിനറൽ ഓയിൽ, ഇതെല്ലാം നമുക്ക് ഫാറ്റി മെറ്റീരിയൽസ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ബി പ്രൊവൈഡിങ് ആൻ എമോളിയന്റ് എഫക്റ്റ്. ഇനി സ്റ്റിയറിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൽക്കലീസ് ആഡ് ചെയ്യുന്നുണ്ട്, സർഫാക്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്, ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. സർഫാക്റ്റൻസിൽ അയണിക് ആസ് വെൽ ആസ് വാട്ട് നോൺ അയണിക് സർഫാക്റ്റൻസ് ആർ ആഡഡ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ ക്രീമാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ക്രീമിൽ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഇന്റൻസ് കളർ ടു ദ സ്കിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ദ ഒപ്പാസിഫൈങ് ഏജന്റ്. Then benzoic acid 0.2%, salicylic acid 0.2% ആണ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് യൂഷ്വലി ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ benzoic acid 0.2% and salicylic acid 0.2% are used to preserve the foundation cream. സോ ഇത്രയും കാര്യങ്ങളും കൂടിയിട്ട് ഫൗണ്ടേഷൻ ക്രീമിൽ ഓർക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് മോയ്സ്ചറൈസിങ് ക്രീം. മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുമ്പോൾ അറിയാം, മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീംസ് യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത് നൈറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് ഓൺ ദ സ്കിൻ ഫോർ സെവറൽ അവേഴ്സ്. ഓക്കെ, അപ്പോൾ അതാണ് മോയ്സ്ചറൈസിങ് ക്രീംസിന്റെ കേസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീംസിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് അറിയാം. ഫ്രഷ് ആൻഡ് നാച്ചുറൽ പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് സ്കിന്നിന് സഹായിക്കും, മോയ്സ്ചർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യും, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ യൂഷ്വലി ഇത് മോയ്സ്ചറൈസിങ് ക്രീം എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡേ ടൈമിൽ ആണെങ്കിൽ എപ്പോഴാണ് യൂസ് ചെയ്യുക, ബിഫോർ മേക്കപ്പ് അല്ലേ. ബിഫോർ മേക്കപ്പ് ആണ് മോയ്സ്ചറൈസിങ് ക്രീം ആഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, മിനറൽ ഓയിൽ ഉണ്ട്, വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, ദെൻ ലിപ്പോഫിലിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്, ഹെമക്റ്റന്റ് ഉണ്ട്, ആൻഡ് വാട്ടർ. ഓക്കെ, സോ അപ്പോൾ അത്രയാണ് മോയ്സ്ചറൈസിങ് ക്രീമിലാണ്. ഇവിടെ എന്ത് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഹ്യൂമക്റ്റൻസിന്റെ യൂസ് വരുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ക്രീമിലാണ് ഹ്യൂമക്റ്റൻസിന്റെ അഡീഷൻ വരുന്നതെന്നുള്ള പോയിന്റ് ഓർക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ഐ പ്രിപ്പറേഷൻസ്. ഐ പ്രിപ്പറേഷൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഡിഫറെന്റ് ഐ പ്രിപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഓർക്കുക. മോസ്റ്റ്ലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഐ ഷാഡോ, ഐബ്രോ പെൻസിൽസും മസ്കാരയും ആണ് നമുക്ക് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഐ മേക്കപ്പ്, ഐ പ്രിപ്പറേഷൻസിന്റെ കേസിൽ. അപ്പോൾ ഐ മേക്കപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് വരുന്നത് ഐ ഷാഡോ. ഐ ഷാഡോ 4 ടൈപ്പ് ഐ ഷാഡോസ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഐ ഷാഡോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഐ ഷാഡോ ക്രീം ഉണ്ട്. ഐ ഷാഡോ ക്രീം എന്ന് പറയുന്നത് ബീസ് വാക്സ് അല്ലെങ്കിൽ പെട്രോളിയത്തിൽ സെലക്ടഡ് കളർ മിക്സ് ചെയ്തെടുക്കുന്നത് ഐ ഷാഡോ ക്രീം. ദീസ് ആർ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സെലക്ടഡ് കളർ ഇൻ ദ ബീസ് വാക്സ് ഓർ വിത്ത് പെട്രോളിയം. ഇനി നെക്സ്റ്റ് വരുന്നത് ഐ ഷാഡോ സ്റ്റിക്ക് ആണ്. സ്റ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായി, കുറച്ചുകൂടി ഹയർ എമൗണ്ട് ഓഫ് ബീസ് വാക്സ് ആയിരിക്കും സ്റ്റിക്ക് ആകാൻ വേണ്ടിയിട്ട് വരുന്നത്. ദീസ് ആർ പ്രിപ്പയർഡ് ഫ്രം ഹയർ പ്രിപ്പറേഷൻ ഓഫ് വാക്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രസ്ഡ് പൗഡർ ഐ ഷാഡോ. പ്രസ്ഡ് പൗഡർ ഐ ഷാഡോ എന്ന് പറയുമ്പോൾ കോമ്പാക്ട് റൂബിയ വിത്ത് ഡിഫറെന്റ് കളർ സിസ്റ്റം. ഇനി നെക്സ്റ്റ് വരുന്നത് ലിക്വിഡ് ഐ ഷാഡോ. ലിക്വിഡ് ഐ ഷാഡോ എന്ന് പറയുമ്പോൾ ലിക്വിഡ് സസ്പെൻഷനോ അല്ലെങ്കിൽ ഐ ഡിസ്പേർഷനോ ആയിരിക്കാം. ഓക്കെ, സോ അപ്പോൾ പിഗ്മെന്റ്സിന്റെ ലിക്വിഡ് സസ്പെൻഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്പേർഷൻ, അതാണ് ഐ ഷാഡോയിൽ വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് അയൺ ഓക്സൈഡ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, സോ ബ്ലാക്ക് അയൺ ഓക്സൈഡ് ആണ്. ഇനി അതിനെ ഹാർഡ് ആക്കാൻ പാച്ചസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് മസ്കാര. മസ്കാര എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് ആപ്ലിക്കേഷൻ ടു ദ ഐ ലാഷസ് ആണ്. ആൻഡ് അതും ഇതേപോലെ തന്നെ കേക്ക് മസ്കാര ഉണ്ട്, ക്രീം മസ്കാര ഉണ്ട്, ലിക്വിഡ് മസ്കാര ഉണ്ട്. കേക്ക് മസ്കാര എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മൾ മെൽറ്റഡ് വാക്സി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും കേക്ക് മസ്കാര യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ദ കളർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്രീം മസ്കാര എന്ന് പറയുമ്പോൾ മിക്സിംഗ് ദ കളർ വിത്ത് വാനിഷിംഗ് ക്രീം ബേസിലായിരിക്കും ക്രീം മസ്കാര വരുന്നത്. ഓക്കെ, വാനിഷിംഗ് ക്രീം ബേസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ഓർക്കുക. ക്രീം മസ്കാരയിൽ ഐ മസ്കാരയിൽ വരുമ്പോഴത്തേക്കും വാനിഷിംഗ് ക്രീം ബേസിലോട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ലിക്വിഡ് മസ്കാര എന്ന് പറയുമ്പോഴത്തേക്കും
It's an alcoholic solution of a resin in which carbon black is suspended. Okay, so അപ്പോൾ കാർബൺ ബ്ലാക്ക് എവിടെ എടുത്തു? ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് എ റെസിനുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ലിക്വിഡ് ഫോം ഓഫ് മസ്കാര. ഓക്കെ, സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസ്കാര. ദെൻ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്കിന്റെ കേസ് വരുമ്പോഴത്തേക്കും മോൾഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ കേസിൽ ലിപ്സ്റ്റിക്ക് നമുക്ക് ഡിഫറെന്റ് ഫോർമുലേഷൻസ് വരുന്നുണ്ട്. ബേസ്, കളറിംഗ് മെറ്റീരിയൽ, പെർഫ്യൂംസ്, ആന്റി ഓക്സിഡൻസ്, ഇതെല്ലാം തന്നിട്ടുണ്ട് എക്സാമ്പിൾസ്. ആ എക്സാമ്പിൾസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കുക ലിപ്സ്റ്റിക്സിന്റെ കേസ് വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലീച്ചസ്. ഇവാലുവേഷൻ ഓഫ് ലിപ്സ്റ്റിക് തന്നിട്ടുണ്ട്. ഡ്രോപ്പ് പോയിന്റ് ടെസ്റ്റും ബ്രേക്കിംഗ് പോയിന്റ് ടെസ്റ്റും ഇവാലുവേഷൻ ഓഫ് ലിപ്സ്റ്റിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലീച്ച്. ബ്ലീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും സ്കിൻ ലൈറ്റനിങ് ഏജൻസ് അതിൽ പ്രസന്റ് ആയിരിക്കും അല്ലേ. സോ സൺസ്ക്രീൻ ഏജന്റ് വിച്ച് പ്രിവെന്റ് ദ ബ്ലീച്ചസിൽ കണ്ടെയ്ൻസ് what a sunscreen agent also which prevents the oxidation by UV light. Okay, സോ അപ്പോൾ അത്രയാണ് അതിന്റെ കേസ് വരുന്നത്. ബ്ലീച്ചസിന്റെ കേസ് ലൈറ്റൻ ദ സ്കിൻ കളർ ആൻഡ് ഫോർ യൂസ്ഡ് ഫോർ വാട്ടർ മേക്കപ്പ്. സോ അത്രയൊക്കെയാണ് ബ്ലീച്ച്. ബ്ലീച്ചില് സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ആണ്. സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ഏതൊക്കെ ടൈപ്പ് വരാന്നുള്ളതും തന്നിട്ടുണ്ട്. ഒപ്പേക്ക് ഏതാണ്, ഓക്സിഡൈസിങ് ഏതാണ്, മെർക്കുറി, പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോക്സി ക്വിനോളോൺ, അതെല്ലാം എക്സാമ്പിൾസ് ആയിട്ടുള്ളതെല്ലാം പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ലൈറ്റനിങ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടില്ല, അതും കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്തോളൂ. നാച്ചുറൽ സ്കിൻ ലൈറ്റനിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കുക്കുംബർ ജ്യൂസ്, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക്, പിന്നെ സ്ട്രോബെറി, then horse radish, all these are bleaching agents, natural skin lightening agents. Okay, next moving on to shaving media. Shaving media കേസ് വരുമ്പോഴത്തേക്കും അൺസൈഡ്ലി ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേവിംഗ് മീഡിയ യൂസ് ചെയ്യുന്നത്. സോ ഷേവിംഗ് മീഡിയയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് അതെല്ലാം തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഷേവ് പ്രൊഡക്ട്സ്, ഷേവ് ലാദർ ഷേവിംഗ് ക്രീംസ്, all these things have been given and so അപ്പോൾ അത് എല്ലാം ഒന്ന് നോക്കുക. എക്സാമ്പിൾസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡറൻസ് ആണ്. ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പെർസ്പിറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആന്റി പെർസ്പിറൻസ് ആൻഡ് ഡിയോഡറൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് മോസ്റ്റ്ലി വരുന്നതെന്നുള്ളത് ഓർക്കുക. പിന്നെ ആന്റി പെർസ്പിറൻസും ഡിയോഡറൻസും, ആന്റി പെർസ്പിറൻസ് എപ്പോഴും എക്സാമ്പിൾ കാണുന്നതാണ് ആന്റി പെർസ്പിറൻസ്. പിന്നെ നമുക്ക് ആന്റി പെർസ്പിറൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും എന്താണ് അവരുടെ ആക്ഷൻ എന്നുള്ളത് അറിയാലോ. സോ ദേ വിൽ ബി പ്രസിപ്പിറ്റേറ്റിംഗ് ദ പ്രോട്ടീൻസ്. ഓക്കെ, സോ അപ്പൊ അതാണ് അതിന്റെ കേസ് വരുന്നത്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയത്തിന്റെയും സിങ്കിന്റെതുമാണ്. അപ്പൊ അതിന്റെ ഒരു സോൾട്ട് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാമ്പിൾ തരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തോളണം ആന്റി പെർസ്പിറൻസിന്റെ കേസ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഷാംപൂസ്. ഷാംപൂവിന്റെ കേസ് വരുമ്പോഴത്തേക്കും അതിന്റെ സോളിഡ് കണ്ടന്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഷാംപൂസ് എന്ന് പറയുന്നത് യൂഷ്വലി എന്താണ്, വാട്ടർ സോളബിൾ ആയിരിക്കും ഷാംപൂസ്, അത് ഓയിൽ സോളബിൾ ആണോ നമ്മൾ കൂടുതലും പ്രിഫറബിൾ ആയിട്ട് വരുന്നത്? ഷാംപൂസ് വാട്ടർ സോളബിൾ ആയിരിക്കും അല്ലെ. സോ അപ്പം വാട്ടർ സോളബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണോ സസ്പെൻഷൻ ആണോ ഷാംപൂ? സൊല്യൂഷനും ഉണ്ട് സസ്പെൻഷനും ഉണ്ട്. ഓക്കെ, സോ അപ്പോ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ വരും കേട്ടോ. സോ അപ്പോ ഷാംപൂസ് ആ വാട്ടർ സോളബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഓർ സസ്പെൻഷൻസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ ഡിഫറെന്റ് കോൺസ്റ്റുവൻസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് പഠിക്കുക. സർഫാക്റ്റൻസ് ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ കണ്ടീഷണേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, കണ്ടീഷണേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ അറിയാലോ. ഗ്ലിസറിനൊക്കെ നമുക്ക് കണ്ടീഷനിങ് ഏജന്റിൽ വരുന്നതാണല്ലേ. പറയൂ, ഏതൊക്കെയാ കണ്ടീഷനിങ് ഏജന്റ്? എന്തിനാണ് എന്തിനാണ് നമ്മൾ കണ്ടീഷനിങ് ആഡ് ചെയ്യുന്നത്? അത് തന്നിട്ടില്ല തോന്നുന്നു അല്ലെ. കണ്ടീഷനിങ് എന്ന് പറയുന്നത് ലൂബ്രിക്കേഷന് വേണ്ടി. അപ്പം അതെ, അപ്പോ എന്താണ് ഹെയറിനെ ആ ഒരു സ്മൂതൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ വരുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസ് ആയിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ആ എക്സാമ്പിൾസ് ഓരോന്നും എടുത്ത് പഠിക്കുക. നമുക്കറിയാം എഗ് ആൽബുമിൻ, പിന്നെ അതുപോലെ തന്നെ ലെനോളിൻ. അപ്പം ആ ഒരു എന്താ പറയാ ഒരു ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ എക്സാമ്പിൾസ് എടുത്ത് തന്നെ പഠിക്കുക. ഗ്ലിസറിൻ എന്തായിട്ടാണ് അതിൽ ആഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, സോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കണ്ടീഷനിങ് ഏജന്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ പേർലസന്റ് ഏജന്റിൻ്റെത് ഹൈ ലെവൽ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ കുമാരന്റെ കേസ്. സോ അപ്പൊ അതും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ.
പിന്നെ നെക്സ്റ്റ് വരുന്നത് സോളബിലൈസിങ് ഏജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് യൂഷ്വലി ഏത് ടൈപ്പിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സോളബിലൈസിങ് ഏജൻസ് ആഡ് ചെയ്യേണ്ടി വരുന്നത്? നന്നായിട്ട് സോളബിൾ ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിന് നമ്മൾ സോളബിലൈസിങ് ഏജന്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പം ദേ ആർ ആഡഡ് ഇൻ ഓർഡർ ടു സോളബിലൈസ് ദ പുവർലി സോളബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോളബിലൈസിങ് ഏജൻസ് ആ ഷാമ്പൂയിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് അറിയാലോ? ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഇവിടെ വരുന്നുണ്ടോ തിക്കനിങ് ഏജന്റ് കൂടിയായിട്ട്? തിക്കനിങ് ഏജന്റ് അല്ല, സോറി, സോളിബിലൈസിങ് ഏജന്റ് ആയിട്ട് വരുന്നുണ്ടോ പ്രൊപ്പലീൻ ഗ്ലൈക്കോള്? വരുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ വേറെ എവിടെ അതിനെ പഠിച്ചു? പ്രൊപ്പലീൻ ഗ്ലൈക്കോള് ഷാമ്പൂവിന്റെ വേറെ ഏത് കണ്ടന്റിലും വരുന്നുണ്ട്? കണ്ടീഷണർ ആയിട്ടും വരുന്നുണ്ട്. അപ്പോ നമുക്ക് ചിലപ്പോ എക്സാമ്പിൾ മീൻസ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ ഈസ് യൂസ്ഡ് ഇൻ ഷാംപൂസ് ആസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് എന്ത് തരും? കണ്ടീഷണർ തരും. ചിലപ്പോൾ സി ഓപ്ഷനായിട്ട് സോളബിലൈസറും തരും. അപ്പൊ അത് പഠിക്കുമ്പോ അങ്ങനെയുള്ളത് ഒരുമിച്ച് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. കാരണം നമ്മൾ പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നേരെ ശ്രദ്ധിച്ചിട്ട് എഴുതാവൂ. ഓപ്ഷൻ ചിലപ്പോൾ ബി ആൻഡ് സി എന്നൊക്കെ തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് ഒരുമിച്ച് തന്നെ എഴുതി എടുത്ത് വെച്ച് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മൾ തിക്കനിങ് ഏജൻസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതിൽ PVA വരുന്നുണ്ട് അല്ലെ? എന്താ PVA? പോളിവിനൈൽ ആൽക്കഹോൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മീഥൈൽ സെല്ലോസും സോഡിയം ആൽജിനേറ്റും ഒക്കെ വരുന്നത് എവിടെയാണ്? തിക്കനിങ് ഏജൻസിന്റെ കേസിലാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ അത് ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് ആണ് കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോളിബിലൈസിങ് ഏജൻസിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? എത്തനോൾ വരുന്നുണ്ടല്ലേ, ഗ്ലിസറോള്, പ്രൊപ്പലീൻ ഗ്ലൈക്കോള്, ഡൈ എത്തിലീൻ ഗ്ലൈക്കോള്, പിന്നെ അതേപോലെ തന്നെ ഈതർ ഡെറിവേറ്റീവ്, ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നുണ്ട്? സോളിബിലൈസിങ് ഏജന്റ് ആയിട്ട് വരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒപ്പാസിഫൈങ് ഏജന്റ് ആയിരുന്നു. അപ്പോ കണ്ടീഷണർ പറഞ്ഞു, സെഫാക്ടൻസിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ അറിയാലോ, പറയണ്ടല്ലോ. പിന്നെ SLSന്റെ വേറെ പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഒപ്പാസിഫൈങ് ഏജൻസ്. ഒപ്പാസിഫൈങ് ഏജൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഗ്ലിസറൈൽ, സ്റ്റിയറേറ്റ്, സീറ്റൈൽ ആൽക്കഹോൾ ഒക്കെ നമുക്ക് ഒപ്പാസിഫൈങ് ഏജന്റ് ആയിട്ടാണ് എന്നുള്ളത് എക്സാമ്പിൾ ഓർക്കുക. ഓക്കെ, സ്റ്റിയറേറ്റ്സിന്റെ കേസ് ഒക്കെ വരുമ്പോൾ ഒപ്പാസിഫൈങ് ഏജൻസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് മോസ്റ്റ്ലി വരുന്നത്. പ്ലസ് പ്രിസർവേറ്റീവ് ആണ് വരുന്നത്. പിന്നെ ഇൻ അഡീഷൻ ആണ് നമുക്ക് ഏതൊക്കെ വരുന്നത്? സെക്കിസ്ട്രൻസ് ഉള്ള കേസസിൽ സെക്കിസ്ട്രൻസ് ആഡ് ആവുന്നുണ്ട്, ചിലതിന് കളറിംഗ് ഏജൻസ് ആഡ് ആവുന്നുണ്ട്, ചിലതിന് മെഡിക്കേറ്റഡ് ആയിട്ട് ആന്റി ഡാൻഡ്രഫിന്റെ സെലനിയം സൾഫൈഡ് എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിച്ച് കാണുന്നതാണ് സെലനിയം സൾഫൈഡിന്റെ കേസ്. അപ്പോ അത് പിന്നെ അതുപോലെ തന്നെ ZPTO എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷെ എപ്പോഴും കാണാറുള്ളത് സെലനിയം സൾഫൈഡിന്റെതാണ് ക്വസ്റ്റ്യനിൽ കാണാറ്. ഓക്കെ, സോ അപ്പോൾ അത്രയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് ഷാംപൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡ്രൈസ് ടെസ്റ്റ്, ഇവിടെ നമുക്ക് സ്കിൻ ടെസ്റ്റിങ്ങും ഐ ടെസ്റ്റിങ്ങും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡ്രൈസ് ടെസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഷാംപൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഹെയർ ഡ്രസ്സിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ഹെയർ ഡ്രസ്സിങ്സിൽ പിന്നെ ഹെയർ കണ്ടീഷണേഴ്സും മറ്റുമൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഓൾറെഡി പ്രത്യേകിച്ച് അങ്ങനെ എക്സാമ്പിൾസ് ആയിട്ടൊന്നും എടുത്ത് പഠിക്കാനില്ല. പിന്നെ ഹെയർ ടോണിക്സ് എന്താണ്? അതിൽ നിന്ന് ബ്രില്യൻറ്റൈൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബ്രില്യൻറ്റൈൻ ചോദിച്ചിട്ടുള്ളതാണ്. ലസ്റ്റർ അല്ലെ, ഹെയറിന്റെ ലസ്റ്ററിന് വേണ്ടിയിട്ട് ഏതാണ് ആഡ് ചെയ്യുന്നത്? ഹെയറിന്റെ ലസ്റ്ററിന് വേണ്ടിയിട്ട് ബ്രില്യൻറ്റൈൻസ്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഇത് ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രില്യൻറ്റൈൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ലിക്വിഡ് ബ്രില്യൻറ്റൈൻസും സോളിഡ് ബ്രില്യൻറ്റൈൻസും ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. ബ്രില്യൻറ്റൈൻസ് ആർ ഓഫ് 2 types, ലിക്വിഡ് ആസ് വെൽ ആസ് സോളിഡ്. ലിക്വിഡിൽ വരുന്നത് എന്താന്നുള്ളത് തന്നിട്ടില്ല. 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന്റെ എക്സാമ്പിൾ തന്നിട്ടില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ലിക്വിഡ് ബ്രില്യൻറ്റൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മിനറൽ ഓയിൽ വിത്ത് ഡിയോഡ്രൈസ്ഡ് കെറോസിൻ ഓർ ഐസോപ്രോപ്പൈൽ മെരിസ്റ്റേറ്റ്. അടുത്തത് സോളിഡ് ബ്രില്യൻറ്റൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിന്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കും? സോളിഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അതായത് നമുക്ക് അവിടെ എന്താണ്? ഓയിലി വേണ്ട, മീൻസ് വാട്ടർ നേച്ചർ അല്ല വേണ്ട, ഓയിലി ആണ് വേണ്ടത്. സോ അപ്പൊ അതുകൊണ്ട് സോളിഡ് ആക്കാനായിട്ട് എന്തായിരിക്കും വരുന്നത്? വാക്സസ് ആയിരിക്കും അല്ലെ? അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സോ അപ്പൊ സോളിഡ് ബ്രില്യൻറ്റൈൻസ് ആർ തിക്കൻഡ് ബൈ ആഡിങ് ഡിഫറെന്റ് വാക്സസ് ലൈക്ക് ബീസ് വാക്സ്, കർണോബ വാക്സ്, പാരഫിൻ വാക്സ്, സ്പെർമാസിറ്റി, ഡിഫറെന്റ് വാക്സസ്, അത്രയേ ഉള്ളൂ. അത് ഓർക്കുക കേട്ടോ. ഡിഫറെന്റ് വാക്സസ് അത് വരുന്നത് നമുക്ക് സോളിഡ് ഫോമിലായിരിക്കും സോളിഡ് ബ്രില്യൻറ്റൈൻസ് വരുന്നത്, അത്രയേ ഉള്ളൂ. അതില് ട്രാൻസ്പെറന്റ് ബ്രില്യൻറ്റൈൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ജെല്ലിംഗ് ഏജന്റ് ആണ് അലുമിനിയം ട്രൈസ്റ്റിയറേറ്റ്. ഈസ് യൂസ്ഡ് ആസ് എ ജെല്ലിംഗ് ഏജന്റ് ഫോർ ട്രാൻസ്പെറന്റ് ബ്രില്യൻറ്റൈൻസ്. ഇനി അടുത്ത കേസ് വരുന്നത് നമ്മുടെ ഹെയർ വേവിംഗ് ആൻഡ് ഹെയർ സ്ട്രൈറ്റനിങ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസിന്റെ കേസ് ആയിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഗമ്മിന്റെ പേരുകളുണ്ട്, അതൊന്ന് എടുത്ത് പഠിച്ചോളൂ. ഹെയർ വേവിംഗ് ലിക്വിഡ്സിൻ്റെത് എന്തൊക്കെയാണ് വരുന്നത്? എക്സാമ്പിൾ ആണ്. ഹെയർ വേവിംഗ് ലിക്വിഡ്സിൽ എന്താണ് വരുന്നത്? ഹെയർ വേവിംഗ് ലിക്വിഡ്സ്, വേവിംഗ് അറിയാലോ, കേളിങ്ങിന്റെ ഇതിന് വേണ്ടി. ഓക്കെ,
അപ്പൊ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ തിക് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഡിഫറെന്റ് ഗംസ് ആണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോ തിക് കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗം കരായ KARAYA, ഗം കരായ, ഗം അക്കേഷ്യ, ഗം ട്രഗകാന്ത്, കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് കരായ, അക്കേഷ്യ, ട്രഗകാന്ത്, പിന്നെ ജെലാറ്റിൻ, sodium carbonate or borax, glycerin, alcohol. അപ്പോ എന്തായാലും അതും എന്ത് തന്നെയാണ്, ഒരു ഗം ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ളത് ഓർക്കുക. പ്ലസ് പിന്നെ ഗ്ലിസറിൻ, ബോറാക്സ്, ജെലാറ്റിൻ ഇതൊക്കെയാണ് വരുന്നത്, പ്ലസ് ആൽക്കഹോൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഏത് വരുന്നത്, ഹെയറിന്റെ വേവി പ്രിപ്പറേഷൻസ്, ഹെയർ വേവിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വരുന്നത്, ലിക്വിഡ് പ്രിപ്പറേഷൻസ്. ഓക്കെ, പിന്നെ ഇനി ഒരു പോയിന്റ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഹെയർ വേവിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് ജനറലി എ കെമിക്കൽ ഡൺ ബൈ കെമിക്കൽ മീൻസും ഹെയർ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത് ഡൺ ബൈ ഫിസിക്കൽ മെത്തേഡും ആണ്. ഓക്കെ, സോ അതൊരു MCQ ലെവലിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഹെയർ സോ അപ്പോ അത് ജസ്റ്റ് അതാണ് ജനറലി നമുക്ക് അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതും കൂടിയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ, ഹെയർ ഡൈസ് പ്രിപ്പറേഷൻസ്, ഹെയർ പ്രിപ്പറേഷൻസ് എന്നാണോ സിലബസിൽ, അതോ ഓരോ പ്രിപ്പറേഷൻസും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹെയർ വേവിംഗ്, ഹെയർ സ്ട്രെയിറ്റനിങ് ഒക്കെ. ഹെയർ ഡ്രസ്സിങ്സ് ആൻഡ് ഹെയർ റിമൂവേഴ്സ്. ഹെയർ ഡ്രസ്സിങ്സ് ആൻഡ് ഹെയർ റിമൂവേഴ്സ് എന്നേ പറഞ്ഞുള്ളൂ അല്ലെ. ഓക്കെ ശരി, അതുകൊണ്ട് ഹെയർ ഡൈസ് തരാതിരുന്നു. അപ്പൊ ഹെയർ ഡൈസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഇൻ കേസ് അകത്തുള്ളത് നോക്കാതെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അഥവാ ചോദിച്ചാൽ അറിയാൻ വേണ്ടി മാത്രം. ഹെയർ ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നാച്ചുറൽ കളറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹെയർ ഡൈസ് എന്ന് പറയുന്നത്. അതില് വെജിറ്റബിൾ എക്സാമ്പിൾസ് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. സിലബസിലില്ല, എന്നാലും ഇൻ കേസ് ശ്രദ്ധിക്കാതെ ഒരാൾ ക്വസ്റ്റ്യൻ ഇട്ടാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ വെജിറ്റബിൾ ഡൈസിന് എക്സാമ്പിൾ ആണ് ഏത്, സാധാരണ കാണുന്ന ഡൈ ആണ് എന്ത്, ഹെന്ന. ഓക്കെ, സോ അപ്പോ വെജിറ്റബിൾ ഡൈക്ക് എക്സാമ്പിൾ ആണ് ഹെന്ന. ഇനി മെറ്റാലിക് ഡൈക്ക് എക്സാമ്പിൾ ആണ് ലെഡ് അസിറ്റേറ്റ് വിത്ത് സൾഫർ, സിൽവർ നൈട്രേറ്റ്, നിക്കൽ നൈട്രേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, സിൽവർ നൈട്രേറ്റ്, നിക്കൽ നൈട്രേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, ബിസ്മത്ത് സിട്രേറ്റ്, കോപ്പർ ക്ലോറൈഡ്. അത്രയും വേണമെന്നില്ല. മെറ്റാലിക് ഡൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമ്പിൾസ് പഠിക്കാൻ എളുപ്പമാണ്. മെറ്റാലിക് ഡൈസ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് വരുമ്പോൾ ലെഡ് അസിറ്റേറ്റ്, സിൽവർ നൈട്രേറ്റ്, ബിസ്മത്ത് നൈട്രേറ്റ് ഒക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. ബിസ്മത്ത് സിട്രേറ്റ്, നിക്കൽ നൈട്രേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ് ഒക്കെയാണെന്നുള്ളത് ഓർക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് ഡൈസ്. അതിന് എക്സാമ്പിൾ ആണ് പാരാടോളുവിൻ ഡൈ അമൈൻ. അത് അങ്ങനെയുള്ള നമ്മുടെ ഡ്രഗ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പേര് പോലെ ചോദിച്ചു കഴിഞ്ഞാൽ സിന്തറ്റിക് ആണെന്നുള്ളത് ഓർക്കുക. ഓർഗാനിക് ഡൈസ്. സോ മെറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മെറ്റാലിക് ഡൈസ് ആണെന്നുള്ളത് ഓർക്കുക. ഹെന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഡൈ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അത് അത്ര മതിയാവും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഹെയർ റിമൂവേഴ്സ്. ഓക്കെ, ഹെയർ റിമൂവേഴ്സിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ഹെയർ റിമൂവേഴ്സ്. അപ്പൊ അത് ഓൾറെഡി തന്നിട്ടുണ്ട് ഡിഫറെന്റ് മെത്തേഡ്സ്. അത് എല്ലാം നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. എന്താണ് എപ്പിലേഷൻ എന്നും എന്താണ് ഡെപ്പിലേഷൻ എന്നും, അതുപോലെ തന്നെ കെമിക്കൽ ഡെപ്പിലറ്ററീസിന് എക്സാമ്പിൾ അതാണ് സ്ഥിരം ചോദിച്ച് കാണാറുള്ളതാണ്. കെമിക്കൽ ഡെപ്പിലറ്ററീസിന് എക്സാമ്പിൾ അതിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സ്ട്രോൺഷ്യൻ സൾഫൈഡ്. ഓക്കെ, സോ അപ്പോ ഇത് തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി ഇനിയിപ്പോ പറയേണ്ട കേസില്ല. പിന്നെ അതുപോലെ തന്നെ സെലനിയം ഡൈസൾഫൈഡിന്റെ കേസ് വരുമ്പോഴത്തേക്കും അത് ആന്റി ഡാൻഡ്രഫ് പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് സെലനിയം ഡൈസൾഫൈഡ് എന്നുള്ളതും കൂടിയിട്ട് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു നമുക്ക് മോസ്റ്റ്ലി വരുന്നത്.